ഈശോയുടെ കരുണയിൽ ഏറെ ആശ്രയിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യരുമുള്ള കുഞ്ഞുമക്കളെ, ഉയർപ്പുകാലത്തിന്റെ രണ്ടാം ആഴ്ചയായെന്ന് പുതുഞായറാഴ്ചയായി, കരുണയുടെ ഞായറാഴ്ചയായി, വിശുദ്ധ ഗീവർഗീസ് തിരുനാളായി നമ്മൾ ആചരിക്കുകയാണ്. ഈ മൂന്ന് തിരുനാളുകളുടെയും എല്ലാവരുടെ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. ഈശോയുടെ കരുണയിൽ ആശ്രയിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈശോ തന്നെ തന്റെ സെക്രട്ടറി എന്ന്, കരുണയുടെ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ഫൗസ്റ്റീനായി പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥന മനസ്സിലാക്കുകയാണ്. ആ പ്രാർത്ഥന ചൊല്ലിത്തന്നെ നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ആശ്രയിക്കാനുള്ള ഒരു വിളിയാണ് ഈ പ്രാർത്ഥന. കരുണയുടെ ചിത്രം കാണുമ്പോൾ ഈശോ ഫൗസ്റ്റീനായിട്ട് പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: എന്റെ ഈ ചിത്രം നീ വരയ്ക്കുകയും ആ വര പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അതിന്റെ തൊട്ടതാണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് എഴുതി വയ്ക്കുകയും ചെയ്യണം. നമ്മളിപ്പോൾ കാണുന്ന കരുണയുടെ ചിത്രത്തിൽ ആ വാക്യം എഴുതിയിട്ടുണ്ട്. ഈശോയുടെ കരുണയിൽ എപ്പോഴും ആശ്രയിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈശോ നമ്മൾ പറഞ്ഞു തന്നത്. ഇന്ന് ഈ കരുണയുടെ ഞാൻ ആചരിക്കുമ്പോൾ ഈശോയുടെ കരുണയിൽ ആശ്രയിക്കാം. ഈശോയ്ക്ക് മാത്രമേ നമ്മിൽ കരുണ തരാൻ സാധിക്കുകയുള്ള തിരിച്ചറിവിൽ ഈ തിരുനാൾ നമുക്ക് സംബന്ധിക്കാം. രണ്ടാം വിശുദ്ധ ഗീവർഗീസ് തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്ന് പറഞ്ഞ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് തന്റെ ജീവൻ പോലും ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഒരു വലിയ വിശുദ്ധന്റെ ഓർമ്മയുടെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. തന്റെ ജീവനും ജീവിതവും ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചപ്പോൾ ഈശോ അവരിലേക്ക് കരുണ വർഷിച്ചു. ഈശോയുടെ വലിയ വിശുദ്ധനായി വിശുദ്ധ ഗീവർഗീസ് മാറി. പിശാചിനോടുള്ള പോരാട്ടത്തിൽ, ദുഷ്ടാരൂപികളോടുള്ള പോരാട്ടത്തിൽ നമ്മെ സഹായിക്കാൻ പ്രത്യേകമാവുന്ന ദൈവം കൃപ കൊടുത്ത ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. വിശുദ്ധ ഗീവർഗീസ് തിരുനാളിന്റെ മംഗളങ്ങളും ഈ അവസരത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നേരുന്നു. അതോടൊപ്പം തന്നെ ജോർജ് നാമധാരികൾക്ക് ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ദൈവം ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്ന് പുതുഞായറാണ്. പുതുഞായർ എന്ന് പറയുമ്പോൾ പുതിയ ഒരു ഞായർ, അതിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുന്ന തോമാ ശ്ലീഹായാണ്. വിശ്വാസത്തിൽ നമ്മെ വളർത്തുന്ന തോമാ ശ്ലീഹ. തോമാ ശ്ലീഹ തന്റെ വിശ്വാസ തീക്ഷ്ണത ഈ ഒരേ ഒരു വാക്യത്തിൽ അത് സംഗ്രഹിച്ചു: എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഒരുപക്ഷെ നമ്മൾ പലരും പറയും തോമാ ശ്ലീഹ ഒരു അല്പവിശ്വാസിയാണ്, ഒരു ദുശാഠ്യക്കാരനാണ്. എന്നാൽ ഞാൻ പറയും തോമാ ശ്ലീഹ ദുശാഠ്യക്കാരനോ അല്പവിശ്വാസിയല്ല. മറിച്ച് തോമാ ശ്ലീഹ തന്റെ ആത്മസുഹൃത്ത് താനില്ലാത്ത സമയത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ ആ ഒരു ഉള്ളിലുള്ള വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തി. അവന്റെ കൈകളിൽ ആളുകൾ പഴുത്ത് കാണണം, അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. അത് ഒരു സുഹൃത്തിന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ ആലയത്തിൽ ഒരുമിച്ചുള്ളത്. ഈ പരിശുദ്ധ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം
ദേവാലയം സന്ദർശിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ കത്തീഡ്രലിൽ വന്നു പോകുന്നത് ഞാൻ കണ്ടു. അതിലെന്നെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ച 2 പിക്ചറുകളുണ്ട്. അതിലൊന്ന് കേവലം 81 വയസ്സ് പ്രായമുള്ള ഒരു കന്യാസ്ത്രീ, ജിയോവാനി എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ, ഈ പറയുന്ന പട്ടാളക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ സെക്യൂരിറ്റിക്കാരുടെ നടുവിലൂടെ യാതൊരു പേടിയും കൂടാതെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ കോഫിന്റെ മുമ്പിൽ വന്ന സൈഡിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ലോകം മുഴുവൻ കണ്ടു. കുറേ സമയം ഈ കന്യാസ്ത്രീ അവിടെ നിൽക്കുകയാണ്. കണ്ണീരൊഴുക്കുന്നുണ്ട് ഈ കന്യാസ്ത്രീ. കണ്ണീരൊഴുക്കി കുറെ കിണറിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ പത്രക്കാര് ഈ കന്യാസ്ത്രീയുടെ ഒരുമിച്ച് കൂടി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഫ്രീ ആയി? ഈ പട്ടാളക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരും നിന്നെ തടയുന്നത് ഞങ്ങൾ കണ്ടില്ല. നിനക്ക് എങ്ങനെ ഫ്രീ ആയി ഈ കോഫിന്റെ മുമ്പിൽ വന്ന് ഇത്ര സമയം നിൽക്കാൻ സാധിച്ചു? കാരണം ലൈനിൽ വരുന്നവരൊക്കെ 1 സെക്കൻഡ് 2 സെക്കൻഡ് നിന്നതിന് ശേഷം അവരൊക്കെ ഓടിച്ചു വിടുകയാണ്. പക്ഷെ ഈ കന്യാസ്ത്രീ മാത്രം സമയമെടുത്ത് കണ്ണീരൊഴുക്കി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പത്രക്കാർ ചോദിച്ചു, നീ പ്രാർത്ഥിച്ചത് എന്താണ്? ആ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഈശോയോട് ഞാൻ എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്. എന്റെ ഈ സുഹൃത്തിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം, ആ പരിചയം സുഹൃത്ത് ബന്ധം വർഷങ്ങളായി ഞങ്ങൾ നിലനിർത്തുന്നു. ഇന്ന് ഈ സുഹൃത്ത് ബന്ധം ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ എന്റെ ഈശോയോട് പ്രാർത്ഥിച്ചത് ഒന്നേ ഉള്ളൂ, എന്റെ ഈ സഹോദരനെ സ്വർഗത്തിൽ നിന്റെ മടിത്തട്ടിൽ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ നിന്റെ കരുണ കൊടുത്ത് കരുണ തൂകി നിന്റെ വലതുഭാഗത്ത് ഇരിക്കാൻ കൃപ കൊടുക്കണം. ഞാനും ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോ എനിക്കും പരിശുദ്ധ പിതാവിനെ കാണാനുള്ള ഒരു അവസരം തരണം. പ്രിയമുള്ളവർ, ഇതൊരു സുഹൃത്ത് ബന്ധമാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തെരഞ്ഞെടുത്ത പേര് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെയാണ്. ഈ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും സിസ്റ്റർ ക്ലാരയും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു സുഹൃത്ത് ബന്ധം. അതേ ബന്ധം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഈ സിസ്റ്റർ ജിയോവാനി പുലർത്തി. അതുകൊണ്ട് പരസ്പര സൗഹൃദമുള്ള, പരസ്പരം അറിയുന്ന അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് നിഷ്കളങ്ക സ്നേഹമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു മാനുഷികമായ സ്നേഹം ഒന്നുമല്ല, ദൈവികമായ ഒരു സ്നേഹം, ദൈവികമായ ഒരു പ്രണയം. ആ പ്രണയത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഈ ചേർന്നേറ്റ പരിശുദ്ധ പിതാവിന്റെ ഈ ശവമഞ്ചത്തിന്റെ മുന്നിൽ നിന്ന് അവിടെ ഈശോ പ്രാർത്ഥിച്ചു, ഈശോയെ നീ കരുണ വർഷിക്കുന്നവനല്ലേ, നീ കരുണ വർഷിക്കുന്നവനാണെങ്കിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ നിന്റെ വലതുവശത്ത് ഇരുത്തണം. വർഷങ്ങൾക്ക് ശേഷം ഈ ലോകം വിട്ട് ഞാൻ മടങ്ങി വരുമ്പോ എനിക്കും പരിശുദ്ധ പിതാവിനെ കാണാനും നിന്നോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപ തരണം. ഇതൊരു സുഹൃത്ബന്ധമാണ്. രണ്ടാമത്തെ ചിത്രം ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ലോക മാധ്യമങ്ങളൊക്കെ ഇന്ന് വലുതായി ചർച്ച ചെയ്യുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ ഈ ശവസംസ്കാരം നടക്കുന്നതിന് തൊട്ട് മുൻപ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തൊട്ട് മുമ്പിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തുറന്നു കൊടുത്ത കരുണയുടെ വാതിലിന്റെ മുമ്പിലിരുന്ന് ഒരു സിമ്പിളായ 2 കസേരയിൽ ഇരുന്ന് 2 പേരും കൈകൊടുത്ത് സംസാരിക്കുന്ന മനോഹരമായ ചിത്രം. ആ ചിത്രം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, കാരണം നമുക്കറിയാം ഫെബ്രുവരി മാസത്തിൽ ഈ 2 പ്രസിഡന്റുമാരും തമ്മിൽ അമേരിക്കയിൽ തെറ്റിപ്പിരിഞ്ഞതാണ്. തെറ്റിപ്പിരിഞ്ഞ അവര് പിന്നീട് തമ്മിൽ കണ്ടുമുട്ടുന്നത് ഈ പറയുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആ വാതിലിന്റെ മുമ്പിൽ വെച്ചാണ്. അവർ സംസാരിച്ചു, ഒത്തിരി സംസാരിച്ചു. സംസാരിച്ച ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞ് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ ട്രംപ് കൊടുത്ത ഒരു വർത്തമാനം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആരായിരുന്നു? സാഹോദര്യത്തിന് വേണ്ടി, കരുതലിന് വേണ്ടി, ഒരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വലിയ വിശുദ്ധൻ. ആ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ ശത്രുക്കളായിരുന്ന 2 പേരെ തമ്മിൽ മിത്രങ്ങളാക്കി മാറ്റിയെങ്കിൽ അതാണ് ഈ പരിശുദ്ധ പിതാവിന്റെ ജീവിതം പറയുക. പ്രിയമുള്ള ഈ 2 ചിത്രങ്ങൾ മനസ്സിൽ വെച്ചിട്ട് തോമസ് ലീഹായുടെ അർത്ഥത്തിനെ നമുക്ക് ധ്യാനിക്കാം. തോമസ് ലീഹ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞത്. എന്താ തോമസ് ലീഹ പറഞ്ഞത്? ശരി, ഞാൻ ഇല്ലാത്തപ്പോൾ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് ഈശോ വന്നുവെങ്കിൽ
ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവന്റെ വരവ്. പക്ഷെ ബാക്കി 10 പേർക്കും ഈശോ കാണിച്ചു കൊടുത്തു തന്നെ, അങ്ങനെയെങ്കിൽ എനിക്ക് അവനെ കാണണം, അവനെ കാണാതെ ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു തെളിവ് ഈ തോമാസ് ശ്ലീഹ അവന്റെ മുമ്പിൽ വെച്ചു. എന്താണ് അവൻ പറഞ്ഞത്? അവന്റെ കൈകളിൽ ആണികളുടെ പഴുത് കാണണം, അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ദുശാഠ്യം പിടിക്കാൻ, ഇങ്ങനെ വാശി കാണിക്കാൻ ആർക്കാ സാധിക്കുന്നത്? അത് സുഹൃത്തുക്കൾ മാത്രമേ കിട്ടുള്ളൂ. ആത്മബന്ധമുള്ളവർക്ക് മാത്രമേ. നിങ്ങൾ അമ്മമാരെ നിങ്ങൾക്കുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വഴക്ക് പറയും. പക്ഷേ ഈ കുഞ്ഞുങ്ങള് വാശി പിടിച്ചാൽ നിങ്ങളുടെ വാശി താഴെ നാകുമില്ലേ? നിങ്ങൾ താഴെ ഇറങ്ങിച്ചെന്നില്ലേ? ഞാൻ ഇപ്രകാരമാണ് ശ്രദ്ധിക്കുന്നത്. നല്ലൊരു ബന്ധം തോമാസ് ശ്ലീഹ ഈശോയുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് തോമാസ് ശ്ലീഹ പറഞ്ഞത്, അവന്റെ കൈകളിലേക്ക് കാണണം, അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കണം. കാരണം ലോകമുള്ളവൻ കണ്ടിട്ടുണ്ട് മരക്കുരിശിൽ അതിദാരുണമാകുന്ന നമ്മുടെ ഈശോയുടെ മരണം. അവസാനം ആ ലോങ്കിലോസ് എന്ന് പറയുന്ന യഹൂദ പടയാളി കുന്തം കുത്തിയിറങ്ങുന്ന ലോകം കണ്ടിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവാണ്. ഇവിടെ തോമാസ് ശ്ലീഹായുടെ അഭിഷാഠ്യത്തിന് മുമ്പിൽ, വാശിയുടെ മുമ്പിൽ, പ്രിയ സുഹൃത്തിന്റെ ആ വാശിയുടെ മുമ്പിൽ ഈശോ കീഴടങ്ങി എന്ന് പറയാം. ഈശോ വന്നു, തോമായെ മാത്രം വിളിക്കുന്നു. തോമായോട് നീ വാശി പിടിച്ചില്ലേ? ഇതാ എന്റെ കൈകൾ കാണാം, എന്റെ പാർശ്വം കാണാം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇങ്ങനെ വാശി പിടിക്കാനും ഇങ്ങനെ പറയാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോമാസ് ശ്ലീഹ ഈശോയുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു ആത്മബന്ധം, ഒരു സുഹൃത്ത് ബന്ധം. അതുകൊണ്ടാണല്ലോ ഈശോ ഈ ഹൈന്ദവരുടെ പുണ്യഭൂമിയായ ശത്രുവിന്റെ പാളയത്തിലേക്ക് പറഞ്ഞുവിടാൻ തെരഞ്ഞെടുത്തതും തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ തന്നെയാണ്. നറുക്കിട്ടപ്പോൾ നറുക്ക് വീണ തോമാസ് ശ്ലീഹ അതുകൊണ്ടാണ് സന്തോഷത്തോടെ ആ യാത്ര ഏറ്റെടുത്തത്. പ്രിയമുള്ളവർ, ഇന്ന് ഈ വിശുദ്ധ ബലിയെ സംബന്ധിക്കുമ്പോൾ നമുക്ക് ചില സൗഹൃദങ്ങൾ ഉണ്ടാവണം, നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. മനസ്സൊന്ന് തുറന്ന് ഈ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ നല്ല ബന്ധങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു ദിനമാണെന്ന് അവിടെ ഈശോ കരുണ വർഷിക്കും. നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസിനെയും ക്ലാരയും തമ്മിലുള്ള ബന്ധം അതൊരു നല്ല ബന്ധമായിരുന്നു. അതിലൂടെ ദൈവം കരുണ കൊടുത്തു. ഈ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ബന്ധം നല്ല ബന്ധമാണ്, കരുണയുടെ ബന്ധമാണ്. അവിടെ ഈശോ അനുഗ്രഹിച്ചു. വീണ്ടും തോമാസ് ശ്ലീഹായുമായുള്ള ബന്ധം നല്ല ബന്ധമാണ്. ആ ബന്ധത്തിൽ കരുണ വർഷിച്ചു. ഈ പറഞ്ഞ ഗീവർഗീസ് സഹോദരന്റെ ബന്ധം അത് ജീവൻ വെടിഞ്ഞുള്ള സ്നേഹമാണ്. അവിടെയും ഈശോ കരുണ വർഷിച്ചു. അങ്ങനെയെങ്കിൽ ഈ ബന്ധങ്ങൾ നിലനിർത്താനും അതിനെ വളർത്താനും നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അവസാനം നമ്മൾ ഓർക്കണം, എന്റെ കണ്ണ് നനയിപ്പിച്ചൊരു കാഴ്ചയുണ്ട്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ലക്ഷങ്ങൾ, ആയിരങ്ങൾ, പതിനായിരങ്ങളൊക്കെ അവിടെ ഒഴുകിയിറങ്ങി. പക്ഷേ ഓർക്കേണ്ട കാര്യം, സെന്റ് പീറ്റേഴ്സ് ക്ഷേത്രത്തിൽ നിന്ന് ഒരു പിക്കപ്പ് വണ്ടിയിൽ തനിയെ ഇറങ്ങുന്ന മാർപ്പാപ്പായുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ആചാരഗമനയോടെ യാത്ര ചെയ്യുന്നവൻ അവസാനം ഇറങ്ങുന്നത് ഒരു പിക്കപ്പ് വണ്ടിയിൽ ആരുമില്ലാതെയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നാളെ ആചാരഗമനയോടെ നടക്കുന്നവരൊന്നും കൂടെ ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് ഇറങ്ങണം. അതൊരു പക്ഷേ നമ്മളിപ്പോൾ രാജകീയമായി നടക്കുന്ന BMW അല്ലെങ്കിൽ ലംബോർഗിനിയൊന്നുമല്ല. നമ്മളെ കൊണ്ടുപോകുന്നത് ഇതേപോലെ പിക്കപ്പ് വണ്ടിയിൽ പുറകെ ചരക്ക് കൊണ്ടുപോകുന്നവരെ വെച്ച് പോകുന്ന ഒരു യാത്രയുണ്ടല്ലോ. ആ യാത്രയൊന്ന് സ്വപ്നത്തിലൊക്കെ ഈ ആംബുലൻസിലൊക്കെ കടത്തി കൊണ്ടുപോകുന്ന ആ കാഴ്ച അതൊന്ന് മനസ്സിലാക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ശത്രുത വെച്ച് പുലർത്താൻ ഒന്നും നമുക്ക് പറ്റില്ല. മാർപ്പാപ്പ കാണിച്ചു, ആയിരങ്ങൾ ഇറങ്ങി, ലക്ഷങ്ങൾ വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം ജീവിച്ച ജീവിതം അത് ഈശോയ്ക്ക് വേണ്ടിയാണ്, കരുണോടുള്ള ജീവിതമായിരുന്നു. അങ്ങനെയെങ്കിൽ അതുകൊണ്ടല്ലേ ഈ ഒറ്റയ്ക്ക് പിക്കപ്പ് വണ്ടിയെ പോകുമ്പോഴും ലക്ഷങ്ങൾ വഴിയിൽ നിരന്ന് വെള്ളപ്പൂക്കൾ വിതറി ഞങ്ങളുടെ പിതാവിനെ ഈശോയെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. അതൊരു പ്രിയമുള്ള ഈ കരുണയുടെ ദിനത്തിൽ നമുക്കും അത്തരത്തിലൊന്ന് ആഗ്രഹിക്കാം, താഴ്മയിൽ ആയിരിക്കാം, എളിമപ്പെട്ട് ഈശോയുടെ പ്രിയ ശിഷ്യരാണ് ഞങ്ങളും എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണയുടെ തിരുനാളിന്റെയും പുതുഞായറിന്റെയും വിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. ഈശോ നമ്മെ